എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കായ ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെയും കായ വരട്ടിയെടുക്കുന്നതിൻ്റെയും കുറച്ച് ചക്ക വറുക്കുന്നതിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 5 കിലോ പച്ച നേന്ത്രക്കായ ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കലക്കി വയ്ക്കാം. 2 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞളും ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. ഇനി അതിലേക്ക് കായയുടെ തൊലി പൊളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂടും തുമ്പും അറുത്ത് മാറ്റുക. ഈ തുമ്പ് നമുക്ക് പിന്നെ തോരനോ മെഴുക്കുവരട്ടിക്കോ എന്തിനെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തോട് ഇതുപോലെ ഉപ്പേരിക്കൊക്കെ നല്ല ഒരു ഇതാണ്. ഇതുപോലെ തോട് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം കത്തി കൊണ്ട് മാറ്റി കൈ കൊണ്ട് ഇതുപോലെ പൊളിച്ചെടുക്കുന്നതാണ് സൗകര്യം. അപ്പോൾ തീരെ അതിൻ്റെ കായ ഇങ്ങനെ മുറിഞ്ഞു പോകില്ല, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് തോട് പൊളിച്ചെടുക്കാനും പറ്റും. ഇനി ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതിലെ കറയും എല്ലാം പോയി കിട്ടും. എന്നിട്ട് വെള്ളം തോരാൻ എടുത്ത് വയ്ക്കണം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം വാർന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഇതുപോലെ ചീകിയെടുക്കാം. നമ്മൾ കൈ കൊണ്ട് അരിയുന്നതിനേക്കാളും ഒരേപോലെ നൈസായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതാണ് കറക്റ്റ് ചിപ്സായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ എല്ലാം ഒന്ന് ചീകിയെടുക്കാം. വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിപ്സാണ് കായ ചിപ്സ്. ഇനി എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അതുപോലെ നൈസായിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ എണ്ണ പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുക്കാം. എണ്ണയിൽ മുങ്ങി നിൽക്കുന്ന അത്രയും മാത്രമേ ഇടാവൂ, എങ്കിലേ വേഗത്തിലായി കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ആയി വന്നതിന് ശേഷം മാത്രമേ അതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർക്കാവൂ, ഇല്ലെങ്കിൽ മൂത്ത് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇത് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിലുള്ളത് മൂത്ത് വരില്ല, മീതെയുള്ളത് പെട്ടെന്ന് അടിയിലുള്ളത് മൂത്ത് പോവുകയും മീതെയുള്ളത് മൂക്കാതെ വരികയും ചെയ്യും. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ കായ നല്ല വിളഞ്ഞത് കാരണം അതിന് തന്നെ നല്ല കളറുള്ളത് കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാകും. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കായ എത്ര നാളിരുന്നാലും അത് കാറലോ അങ്ങനെയൊന്നും വരില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വിതറി കൊടുക്കാം. ഇത് മഞ്ഞളും ഉപ്പും വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കായ പെട്ടെന്ന് കാറലോ ഒന്നും പൂപ്പലോ ഒന്നും വരില്ല. എത്ര നാൾ വേണമെങ്കിലും എയർ കയറാതെ അടച്ച് വെച്ചിരുന്നാൽ ഇരിക്കും. ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഇത് വിതറി കൊടുക്കാം. ഇത് വിതറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും എത്തത്തക്ക തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇല്ലെങ്കിൽ ആ ഇടുന്ന സ്ഥലത്ത് മാത്രം അത് പിടിച്ചിട്ട് പിന്നെ ഒന്നിനും ഉപ്പില്ലാതെ വരും. അത് കാരണം എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ആയി വന്നോന്ന് നോക്കാം. ഒരെണ്ണം എടുത്ത് കൈകൊണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടുന്ന പാകമാണെങ്കിൽ അത് റെഡിയായി എന്നാണ്. ഒന്ന് പൊട്ടിച്ച് നോക്കുക. അതായിട്ടില്ല, പൊട്ടാനിത്തിരി ആയിട്ടില്ല. ഇതൊന്നും കൂടി കുറച്ച് സമയം കൂടി ഇട്ടേക്കുക. ഇപ്പോൾ കുറച്ച് സമയമായി, ഒന്ന് എടുത്ത് നോക്കാം. അതുപോലെ നല്ലപോലെ പൊട്ടുന്ന പാകമാണെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. ഇതിന് കോരി മാറ്റാവുന്നതാണ്. നല്ലപോലെ ആ ഒരു പൊട്ടുന്ന സൗണ്ടും ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് കോരി മാറ്റാവുന്നതാണ്. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയും കുറച്ച് കായ ശർക്കര വരട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞെടുക്കുക തന്നെ വേണം. ഒരേപോലെ ഇതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ചിപ്സിനെക്കാളും ഇത്തിരി സമയം പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ചെറിയ തീയിലും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മൾ കടിച്ചാൽ പൊട്ടുന്ന ഒരു പാകമുണ്ട്. ആ ഒരു പാകം ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാവുന്നതാണ്. കൈ കൊണ്ട് പൊട്ടിച്ചാലൊന്നും അത് പൊട്ടിയിട്ടില്ല. നമ്മൾ കടിക്കുമ്പോൾ നല്ല ഒരു പൊട്ടുന്ന പാകമുണ്ട്. കോരി മാറ്റാവുന്നതാണ്. അതിലേക്ക് ശർക്കര ഉരുക്കി അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചട്ടിയിലൊഴിച്ച് ഉരുക്കി എടുക്കുകയാണ്. അതൊന്ന് വറ്റിച്ചെടുക്കണം. ശർക്കര നല്ലപോലെ കുറുകിയതിന് ശേഷം മാത്രമേ അതിലേക്ക് കായ വറുത്തത് ഇട്ട് കൊടുക്കാവൂ. ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കും ജീരകവും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ശർക്കര നല്ലപോലെ കുറുകി വരണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പാകമായെന്നാണ്. ഇതിപ്പോൾ എന്താ പടർന്ന് ഉണ്ട്. കുറച്ച് സമയം കൂടി ശർക്കര ഉരുക്കണം. ഞാൻ ഒരു തുള്ളി എടുത്ത് ഒഴിച്ച് നോക്കാം. ഈ ഒരു പാകത്തിൽ മതിയാവും. തീരെ കട്ടിയാവണ്ട. ഈ ഒരു ഭാഗത്തിൽ അലിഞ്ഞു പോകാത്ത തരത്തിലാണെങ്കിൽ അത് ശർക്കര റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കായ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമാവ് ഇടരുത്, വറുത്ത് പൊടിച്ചത് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലേ എത്ര നാളിരുന്നാലും കേടാവാതെ ഇരിക്കുകയുള്ളൂ. ഇത് ഒന്നും കൂടെ കുറുകി വന്ന ശേഷം ഒരു സ്പൂണ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. തണുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. കുറച്ച് ചക്ക വറുക്കാൻ വേണ്ടി ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വിതറി കൊടുത്താൽ മതിയാകും. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൂത്തോന്നറിയാൻ വേണ്ടി ഒന്നെടുത്ത് കൈകൊണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ പൊട്ടി വരുന്ന പാകമാണെങ്കിൽ അത് റെഡി ആയിരുന്നു. അപ്പം പൊട്ടുന്ന പാകമായോ എന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഇനി ഇത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് കായ വരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് ഒന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.